പാവങ്ങാട് കുറ്റ്യാടി റോഡ് നവീകരണത്തിന് 90 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള ഓണം വിപണി 2024ന്റെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും അത്തോളി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാവങ്ങാട് മുതൽ ഉള്ളിയേരി വരെയുള്ള സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ കോഴിക്കോട് വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പല മാധ്യമങ്ങളും ഈ റോഡിലെ യാത്രാ ദുരിതം വാർത്തയാക്കിയിരുന്നു. ഈ റോഡിന്റെ വിഷയത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വന്നത്. പാവങ്ങാട് കുറ്റ്യാടി റോഡ് നവീകരണത്തിന് 90 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. കോഴിക്കോട് അത്തോളിയിൽ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് ഓണം വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റ്യാടി, പേരാമ്പ്ര, ഉള്ളിയേരി, അത്തോളി വഴി പാവങ്ങാട് എത്തുന്ന റോഡ് ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ്. പേരാമ്പ്ര ബൈപ്പാസ് വന്നത് ഏറെ ആശ്വാസകരമായി. കുറ്റ്യാടിയും ഇപ്പോൾ ഒരു ബൈപ്പാസ് വരാൻ വേണ്ടി പോകും. എന്നാൽ പാവങ്ങാട് മുതൽ കുറ്റ്യാടി വരെ ഈ റോഡാകെ നവീകരിക്കാൻ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അതിന്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി ഏറ്റെടുത്ത പദ്ധതിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ 10 കോടി രൂപ നൽകിയിരുന്നു. ഇതിനു പുറമെ PWD റോഡ് ഫണ്ട് അനുവദിച്ചിരുന്നത് മന്ത്രി പറഞ്ഞു. പതിറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ ആഗ്രഹം സാധ്യമാക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും ചടങ്ങിൽ മന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, അത്തോളി.